ഹലോ കൂട്ടുകാരെ, ഈ ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്രീമി ഷ്രിംപ് പാസ്തയാണ്. ഇത് വെറും 10 മിനിറ്റിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 450 ഗ്രാം പാസ്തയാണ്, 1/2 കിലോ ഷ്രിംപ്, ഒരു മീഡിയം സവോളയുടെ പകുതി ചെറുതായിട്ട് എരിഞ്ഞതാണ്, 1 കപ്പ് ടൊമാറ്റോ പാസ്ത സോസ് എടുക്കുന്നുണ്ട്, 1.5 കപ്പ് ഹെവി ക്രീം, ബട്ടർ 1 ടേബിൾ സ്പൂൺ, ഗാർലിക് 4 ക്ലോവ്സ്, 1 ടീസ്പൂൺ വറ്റൽമുളക്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും, 5-6 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ പാസ്ത വേവിച്ചെടുക്കണം. അതിനായിട്ട് വെള്ളം ചൂടാൻ വെക്കുക. വെള്ളം ചൂടായി തിളച്ച് വരുമ്പോഴത്തേക്കിന് ഉപ്പും അതുപോലെ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാസ്ത അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പാസ്ത നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പം പാസ്ത എടുത്ത് നമുക്ക് വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കാം. പാസ്ത എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഷ്രിംപ് ഒന്ന് സീസൺ ചെയ്തെടുക്കാം. അതിനായിട്ട് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ ഉപ്പും അങ്ങോട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പാൻ ചൂടാകാൻ വെക്കാം. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കിന് 4-5 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഇവിടെ ആഡ് ചെയ്യാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടറും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഹീറ്റ് കുറച്ച് നേരം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഷ്രിംപ് ഇവിടെ ആഡ് ചെയ്യാം. ഷ്രിംപ് അധികം നേരം വറക്കേണ്ട ആവശ്യമില്ല. ഷ്രിംപ് വറക്കുന്നത് നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് കറക്റ്റായിട്ട് ചെയ്തില്ല എങ്കിൽ ഷ്രിംപ് റബ്ബർ പോലെ ആയി പോകും. ഇതിൻ്റെ ടെയിൽ എൻഡ് പിങ്ക് കളറും അതുപോലെ ഫ്ലഷ് വൈറ്റ് കളറും ആകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. 3-4 മിനിറ്റ് ഹൈ ഹീറ്റേ കിടന്നാൽ ഷ്രിംപ് കുക്കാവുന്നതാണ്. ഷ്രിംപ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയും കുറച്ച് നേരം ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പാസ്ത സോസും കൂടെ ഇവിടെ ആഡ് ചെയ്യാം. 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ആയി വെള്ളമൊക്കെ പോയ പാസ്ത ഇവിടെ ആഡ് ചെയ്യാം. പാസ്ത ആഡ് ചെയ്തതിന് ശേഷം ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഹെവി ക്രീമും കൂടി ഇവിടെ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ക്രീമി ഷ്രിംപ് പാസ്ത ഏകദേശം ഇവിടെ റെഡിയായി. ഇനി നമ്മളിവിടെ വറ്റൽ മുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയ ഷ്രിംപും കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രീമി ഷ്രിംപ് പാസ്ത ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ക്രീമി പാസ്ത റെസിപ്പി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഷ്രിംപാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ആ ഷ്രിംപും അതുപോലെ ആ സോസും വന്ന് ആ ഒരു ഫുൾ ഫ്ലേവർ നമുക്ക് ഈ ഡിഷിന് കിട്ടും. ആദ്യം നമുക്ക് പാസ്ത എടുത്ത് അതുപോലെ ഷ്രിംപും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ബൈറ്റ് എടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഷ്രിംപ് കറക്റ്റായിട്ടാണ് വെന്തിരിക്കുന്നത്. അതുപോലെ ആ സോസും പാസ്തയും ഷ്രിംപും എല്ലാം കൂടി ആ കോമ്പിനേഷൻ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. നല്ലൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അടുത്ത കാലത്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വലിയൊരു നന്ദി. താങ്ക് യു.